തീരദേശ മേഖലയിലെ കടുത്ത കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കരിവേലിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് ആരംഭിച്ച സമരം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ടെത്തി രേഖാമൂലം ഉറപ്പ് നൽകിയാലേ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് സമരക്കാർ. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജേക്കബ് കരിവേലിപ്പടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ആരംഭിച്ച നിരാഹാര സമരം KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ജോസഫ് പാട്ടിൽ അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് വന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് വെള്ളത്തിന്റെ ഷോർട്ടേജ് പരിഹരിക്കപ്പെട്ടിട്ടില്ല. തകർന്നു കിടക്കുന്ന കുടിവെള്ള പൈപ്പുകൾ അത് റിപ്പയർ ചെയ്ത് മലിനജലം കുടിക്കേണ്ട സാഹചര്യത്തിലാണ് ചെല്ലാനത്തെയും കണ്ടമാലിയിലെയും തീരദേശ മേഖലയിലെ ജനങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഏകദേശം 1 മാസ കാലയളവായി ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ ശുദ്ധജലത്തിന് പകരം മലിനജലം കുടിക്കേണ്ട സാഹചര്യത്തിലേക്ക് പ്രദേശത്തെ ജനങ്ങൾ മാറുമ്പോൾ നിരന്തരമായി പലതവണ മെമ്മോറാണ്ടങ്ങൾ നൽകി നിരവധി സമരങ്ങൾ നടത്തി ഇന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിന്റെ അകത്ത് ഇടപെട്ടുകൊണ്ട് 30-നകം വിശദീകരണം കൊടുക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പ്രവർത്തകർ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ മായയെ ഉപരോധിച്ചു. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് മനസ്സിലായോ? ആളുകള് ഈ ചെളി വെള്ളത്തിന് പൈസ കൊടുക്കണം, ഉപ്പുവെള്ളം വരുമ്പോ അതിന് പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം. ഇനി ഈ പൈസ അടക്കാണ്ട് വയ്യ നിങ്ങൾ മനസ്സിലായോ? അപ്പൊ ഈ എസെൻഷ്യൽ സർവീസ് പോലും ആൾക്കാർ കിട്ടണല്ലോ. പൈപ്പ് പൊട്ടിയ പൈപ്പെല്ലാം ശരിയാക്കുന്നു, എവിടെയൊക്കെ ശരിയായി. ഇപ്പോഴും വരുന്നത് ഉപ്പുവെള്ളവും ചേറുള്ളതും ഔഷധത്തിന്റെ സഹായമുള്ളതുകൊണ്ടാണ് അവിടെ ഉള്ള ആൾക്കാർ രോഗികളാകുന്നത്. വളരെ ക്ഷമയുടെ നെല്ലിപ്പല പോയിരിക്കണേ, എല്ലാ ക്ഷമയുടെ അറ്റവും പോയി. ഇവിടുത്തെ ഏഴിനോട് ഒരു കാര്യം വിളിച്ചു ചോദിച്ചാൽ അവർക്ക് നേരമില്ല, സംസാരിക്കാൻ തയ്യാറുന്നില്ല മെമ്പർമാരോട് പോലും. ഇത് ശരിയായ രീതിയല്ല. ഞങ്ങൾ സമരം ചെയ്തേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ ഇടാണ്ട് ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എറണാകുളത്ത് നിന്ന് നേരിട്ടെത്തി രേഖാമൂലം ഉറപ്പ് നൽകിയാലേ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് സമരക്കാർ അറിയിച്ചു. ഇപ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടാതെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വെള്ളം കിട്ടാതെ വന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തും നമ്മുടെ അധീനതയിലായപ്പോൾ അത് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അവിടെ പഞ്ചായത്തിൽ. അപ്പൊ ഇവനെയൊക്കെ ഒന്ന് പഠിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് MLA കാണിക്കുന്നത്. ഇതിന് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമില്ല എങ്കിൽ, ഇതിനൊരു തീരുമാനം മേഡത്തിന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരണം വരെ ഇവിടെ നിരാഹാരം കിടക്കാൻ. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മാർട്ടിൻ, ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി അഗസ്റ്റിൻ, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. വാട്ടർ അതോറിറ്റിയുടെ ഗേറ്റ് ഉപരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആസിഫ് സ്ഥലത്തെത്തി സമരക്കാരുടെ ആവശ്യങ്ങൾ രേഖാമൂലമായി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിരാഹാര സമരവും ഉപരോധവും അവസാനിപ്പിച്ചത്. 35 ദിവസമായിട്ട് നമ്മുടെ ഈ കുമ്പളങ്ങി പഞ്ചായത്തിലെയും പ്രത്യേകിച്ച് ചെല്ലാനം പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളും രാവിലെ വെളുപ്പിനെ മുതൽ അവർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. കാരണം കുടിവെള്ളത്തിന്റെ പ്രശ്നം രൂക്ഷമായി മാറിയിരിക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഈ പ്രശ്നമേ ഇല്ല. കൃത്യമായി വെള്ളം കിട്ടുന്നു, പമ്പിംഗ് നടക്കുന്നു, പാഴൊരു പ്രശ്നമില്ല, ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നു. എന്നാൽ UDFന്റെ ഭരണസമിതി ചെല്ലാനത്ത് അധികാരം ഏറ്റെടുത്ത അന്നു മുതൽ കുമ്പളങ്ങിയിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെ അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തതിന് ശേഷം കുമ്പളങ്ങിയിലും
ചെല്ലാനം പഞ്ചായത്തിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. സമരത്തിൽ അഗസ്റ്റസ് സിറിൽ, പീറ്റർ ഷിൻ, ഷിജു, ആന്റണി കുരിത്തറ, IA അവറാച്ചൻ, അഭിലാഷ് തോപ്പിൽ, PA സഗീർ, SA ക്ലാരൻസ്, CX ജൂഡ്, ടോണി തയ്യിൽ, ഷുഹൈബ് എന്നിവരും പങ്കെടുത്തു. കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരും നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലും ഒരു കുടിവെള്ളം കൊടുക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. KJ മാക്സി നമ്മളെല്ലാം വികസന നായകൻ എന്നറിയപ്പെടുന്ന, നമ്മുടെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നറിയപ്പെടുന്ന, പശ്ചിമകൊച്ചിയിൽ എല്ലാമാണ് എന്നറിയപ്പെടുന്ന, കഴിഞ്ഞ 9 കൊല്ലം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റാത്ത ശ്രീ KJ മാക്സി MLA-ക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു സമരം കൂടിയാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.